പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി എന്ന് പോലീസ്. കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലിനു വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബുവിനും ഡിവൈഎഫ്ഐ ഭാരവാഹിത്വമുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത്, വിനോദ് എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ കേസ് അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇന്നലെ പിടിയിലായവരും അതുപോലെ തന്നെ മുഖ്യ സൂത്രധാരനായെന്ന് കരുതുന്ന ഷിജാലിനും ഡിവൈഎഫ്ഐ ഭാരവാഹിത്വമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പ്രതികൾക്കുള്ള സിപിഎം ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണല്ലേ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ? ദിവ്യ, അങ്ങനെ തന്നെയാണ്. അതായത് പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, മാത്രവുമല്ല സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്നവരുമായി പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന തരത്തിലായിരുന്നു CPM-ന്റെ വിശദീകരണം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അത്തരത്തിലൊരു നിലപാടാണ് എടുത്തത്. മാത്രമല്ല പ്രാദേശിക നേതൃത്വവും ആദ്യം തന്നെ ഇവരെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പ്രതികളുടെ പാർട്ടി ബന്ധമാണ് വലിയ പ്രതിരോധത്തിലേക്ക് CPM-നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുന്നത് ഷിജാൽ എന്ന് പറയുന്ന ആളാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഷിജാലിന് ഡിവൈഎഫ്ഐയുമായി ബന്ധമുണ്ട്. ഷിജാൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഷിജാൽ പക്ഷേ ഒളിവിലാണ്. ഷിജാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ബോംബ് ഉണ്ടാക്കിയതെന്ന ഒരു മൊഴിയാണ് അറസ്റ്റിലായ 6 പ്രതികളും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിജാലിനെ കണ്ടെത്തുക എന്നതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം. അതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഷിജാലിനെ കണ്ടെത്തിയാൽ മാത്രമേ ആർക്കു വേണ്ടിയാണ് ബോംബ് ഉണ്ടാക്കിയത്, എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരമാകൂ. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിൽ അറസ്റ്റിലായവരുടെ പാർട്ടി ബന്ധവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമൽ ബാബു, ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള അമൽ ബാബു മീത്തലെ കുന്നോത്ത് യൂണിറ്റ് സെക്രട്ടറിയാണ് ഡിവൈഎഫ്ഐയുടെ. ഒപ്പം അറസ്റ്റിലായിട്ടുള്ള മറ്റൊരാളാണ് സായൂജ് ഡിവൈഎഫ്ഐയുടെ കടുങ്ങാമ്പൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അശ്വന്ത് CITUവിൻ്റെ കല്ലിക്കണ്ടി ബ്രാഞ്ച് ഭാരവാഹിയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അറസ്റ്റിലായിട്ടുള്ള മറ്റൊരാളാണ് അതുൽ മീത്തലെ കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പാർട്ടി ബന്ധമുണ്ട്. അവർ പാർട്ടിയുടെ വർഗബഹുജന സംഘടനകളുടെ ഭാരവാഹികളാണ്. ഒപ്പം പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ്. മാത്രമല്ല പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട ഒപ്പം TP കേസിലെ പ്രതികളുമായി ഇവർക്ക് ബന്ധമുണ്ട് തുടങ്ങിയ വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. TP കേസിലെ പ്രതികളുമായി ഒന്നിച്ചുള്ള ഇവരുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവരിപ്പോഴും ഡിവൈഎഫ്ഐയുടെ ഈ ഭാരവാഹിത്വത്തിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി തള്ളിപ്പറഞ്ഞു എന്ന് പറയുമ്പോഴും ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ കൃത്യമായി ഇവരുടെ ഭാരവാഹിത്വം ഉണ്ട്. മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ മറ്റും പ്രാദേശിക സോഷ്യൽ മീഡിയ പേജുകളിലും ഇവരുടെ ഭാരവാഹിത്വം ഇപ്പോഴും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷിൻ്റെ പിതാവ് നാണു ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വിനീഷിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ്. അതായത് പാർട്ടി പലവട്ടം ഉപദേശിച്ചിട്ടും നന്നാവാതെ വന്നതുകൊണ്ട് വിനീഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കുടുംബാംഗങ്ങൾ പലവട്ടം ഉപദേശിച്ചിരുന്നു. എന്നിട്ടും പക്ഷേ ശരിയായ ദിശയിലല്ല വിനീഷിൻ്റെ സഞ്ചാരം എന്ന് കണ്ടതിനെ തുടർന്ന് പൂർണ്ണമായും പാർട്ടി തള്ളിപ്പറഞ്ഞതാണ്. പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ വിനീഷിന് ബന്ധമില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നാണു ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും വിനീഷിൻ്റെ സോഷ്യൽ മീഡിയ പേജിലടക്കം വളരെ സജീവമായി ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ, പാർട്ടി അനുകൂല പോസ്റ്റുകളൊക്കെ സജീവമായുണ്ട്. മറ്റൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഇപ്പോൾ നിലവിൽ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അറസ്റ്റിലായിട്ടുള്ള 6 പേരിൽ 4 പേർക്കും ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ CITU ഭാരവാഹിത്വമുണ്ട്, ബന്ധമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് 2 പേരുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അത് അശ്വന്തിൻ്റെയും വിനോദിൻ്റെയുമാണ്. അശ്വന്തും ഡിവൈഎഫ്ഐ ഭാരവാഹിയാണ്. ഒപ്പം വിനോദും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർക്ക് സ്ഫോടനത്തിൽ നിസ്സാരമായ പരിക്ക് മാത്രമാണ് പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇന്ന് ഇവരുടെ 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. 12 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ പ്രതിപ്പട്ടികയിലുള്ളത്. കൂത്തുപറമ്പ് DYSP KV വേണുഗോപാലിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. ഈ 12 പേരെയും ഇപ്പോൾ ഏതാണ്ട് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഒപ്പം വിനീഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്.
മറ്റൊരാൾ സുനിൽ, ഉള്ളത് ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് സുനിൽ പറഞ്ഞതുപോലെ തന്നെ വിനീഷിന്റെ അച്ഛൻ നാണു ഇന്നലെ ഒരു വിശദീകരണവുമായി ഒരു തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരുന്നു. പാർട്ടിക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല, ഇവരെ തള്ളിപ്പറഞ്ഞതാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഈ പ്രതികൾക്ക് പാർട്ടിയുമായുള്ള പങ്കിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്നലെയുണ്ടായത് വിനീഷിന്റെ അച്ഛൻ നാണുവിന്റെ വാക്കുകൾ അത് വെറും വിവാദം തണുപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി മാത്രം വേണം വിലയിരുത്താൻ, അല്ലേ? ദിവ്യ, നാണു CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. മാത്രമല്ല പാർട്ടിയുടെ ഭാരവാഹിത്വമുള്ള ആളുമാണ്. നേരത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ CPM-ന്റെ മുളിയത്തോട് ബ്രാഞ്ച് അംഗമാണ്. അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രാഞ്ച് അംഗമാണ്. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്, മാധ്യമങ്ങളോട് പറഞ്ഞത് വിനീഷിനെ പൂർണ്ണമായും അദ്ദേഹം തള്ളിപ്പറയുകയാണ്. പാർട്ടിയുമായോ അല്ലെങ്കിൽ കുടുംബവുമായി പോലും ഇപ്പോൾ വിനീഷിന് ബന്ധമില്ല. വിനീഷ് കുറേ കാലം മുമ്പ് ഗൾഫിലായിരുന്നു. അതിനുശേഷം വിനീഷിൻ്റെ മാതാവിന് അസുഖം ഉണ്ടാവുന്നു. അതേ തുടർന്ന് മാതാവിനെ പരിചരിക്കാനായി നാട്ടിലെത്തി ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാവുന്നു. ആ കൂട്ടുകെട്ടുകളുടെ ഭാഗമായി ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിനീഷ് ഏർപ്പെട്ടു. ഇത് പാർട്ടിയും കുടുംബവും തിരുത്താൻ ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും നടന്നില്ല. അതിനുശേഷം പാർട്ടി ഇയാളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു എന്നൊക്കെയാണ് നാണുവിൻ്റെ പ്രതികരണം. അത് ഇന്നലെ അമൽ ബാബുവിൻ്റെ അറസ്റ്റിന് ശേഷമാണ് ഇത്തരത്തിൽ നാണുവിൻ്റെ ഒരു പ്രതികരണം വരുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അമൽ ബാബുവിൻ്റെ DYFI ബന്ധം കൃത്യമായി പുറത്തു വരുന്നു. ഒപ്പം പാനൂരിലെ പ്രാദേശിക നേതൃത്വത്തിൻ്റെയും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയും അടക്കമുള്ളവരും ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് അല്ലെങ്കിൽ അവരുടെ വിശദീകരണം പൂർണ്ണമായും തെറ്റാണ്, അല്ലെങ്കിൽ അത് കൃത്യമല്ല എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വരികയും ചെയ്തിരുന്നു. അതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ ഈ പ്രതിപട്ടികയിലുള്ള മുഴുവൻ ആളുകൾക്കും എന്ന് പറയാം നമുക്ക്. ഏതാണ്ട് പൂർണ്ണമായ ആളുകൾക്ക് തന്നെ ഈ പാർട്ടിയുമായി ബന്ധമുണ്ട്. പാർട്ടിയുമായോ അല്ലെങ്കിൽ അതിൻ്റെ വർഗ ബഹുജന സംഘടനകളുമായോ ബന്ധമുണ്ട്. മാത്രമല്ല അതിൽ ഏറ്റവും നിർണായകമായ കാര്യം ഈ കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ DYFIയുടെ ഭാരവാഹിയാണ് എന്നത് തന്നെയാണ്. ഷിജാൽ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഷിജാൽ പറഞ്ഞിട്ടാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന മൊഴിയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 6 പേരും പോലീസിന് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ആസൂത്രണം, ഗൂഢാലോചന എന്ന് പറയുന്നത് ഷിജാലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിജാലിന് മാത്രമേ ഈ ബോംബ് എന്തിനാണ് ഉണ്ടാക്കിയത്, ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്, എവിടേക്ക് കൊണ്ടുപോകാനാണ് ഉണ്ടാക്കിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയൂ. അതുകൊണ്ട് ഷിജാലിനെ കണ്ടെത്താനുള്ള ഒരു ഊർജിതമായ ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനൊപ്പം ഇന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അശ്വന്ത് വിനോദ് 2 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അവരെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനവും പോലീസ് എടുത്തിട്ടുണ്ട്. അതിനിടെ ഇന്ന് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പാനൂർ CA അടക്കമുള്ളവർ ഇന്ന് ഒരു യോഗം ചേരുകയും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തിരുന്നു. കേസിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 12 പ്രതികളാണ് ആകെയുള്ളത്. അതിൽ 12 പേരെയും ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 പേരുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തും. ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇനിയുള്ളത് 2 പേരെ കൂടിയാണ് കണ്ടെത്തേണ്ടത്. ആ 2 പേരിൽ ഒരാളാണ് ഷിജിലാൽ. അയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സുനിലിലേക്ക് വരാം.